ഇത് ഞാൻ ചെയ്തൊരു അബദ്ധം കാരണം കണ്ടോ എൻ്റെ മുഖത്ത് നിറച്ചു കുരു വന്നിരിക്കുകയാണ്. എന്താ അബദ്ധം എന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഹലോ നമസ്കാരം, എല്ലാവർക്കും മത്തിമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഈ ഒരു ഇതെടുക്കണത്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഹാഫ് ഡേ എങ്ങനെയാണ് പോണത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ രാവിലെ പണിയൊക്കെ ഒരുങ്ങി മീൻസ് ഇന്ന് അപ്പൂട്ടന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലഞ്ച് ഞാൻ അപ്പൂട്ടൻ സ്കൂളിൽ നിന്ന് കഴിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ സ്കൂളിൽ ലഞ്ച് കൊടുക്കും, നമ്മൾ 50 റുപ്പീസ് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ചപ്പാത്തി പനീർ അല്ലെങ്കിൽ ചപ്പാത്തി സോയ, അതിൻ്റെ കൂടെ ഒരു റൈസ് ഉണ്ടായിരിക്കും, ഒന്നില്ലെങ്കിൽ കേർഡ് റൈസ് ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടാവും, എന്തെങ്കിലും പഴം അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാവും. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടാവും. അതൊന്നും എൻ്റെ മകൻ കഴിക്കില്ല, ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ. ബാക്കിയൊന്നും വാങ്ങുക പോലും ചെയ്യില്ല. കേട് എടുക്കാറുണ്ടോ? അപ്പൊ അമ്മ കേർഡ് റൈസ് ഉണ്ടാക്കുമ്പോ നീ കഴിക്കാറില്ലല്ലോ. ഓ, വെറുതെ കുടിക്കാൻ. ഓക്കെ, അങ്ങനെ തരൂല്ലേ? ഓ അത് ശരി, സൂപ്പർ. വെള്ളം എടുത്തോളൂ കേട്ടോ, മറക്കരുതേ. അപ്പൊ അത്രേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ ഒരു ഹാഫ് ഡേ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ചെയ്തൊരു അബദ്ധം കാരണം കണ്ടോ എൻ്റെ മുഖത്ത് നിറച്ചു കുരു വന്നിരിക്കുകയാണ്. എന്താ അബദ്ധം എന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ അതാ പണിയൊക്കെ കഴിഞ്ഞു, ഇതേ ബസ് വരാറായി. അപ്പോൾ നമുക്ക് വേഗം പോവാം. സ്നാക്സും വാട്ടർ ബോട്ടിലും ബാഗിലേക്ക് വയ്ക്കും കേട്ടോ. അതാ സ്നാക്സ് എടുക്കുമോ? അപ്പോൾ അതാ ശരി, നമുക്ക് വഴി എല്ലാം കാണാം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചിയ സീഡ് ഇട്ടിട്ടുള്ള വെള്ളം ഡെയിലി കുടിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ നാരങ്ങയും കൂടിയും പിഴിഞ്ഞു വെച്ചിട്ട് ഇപ്പം അങ്ങനെയാണ് കുടിക്കേണ്ടത് കേട്ടോ. അതാണ് എൻ്റെ മുഖത്ത് ഒരുമാതിരി എക്സ്പ്രഷനൊക്കെ നിങ്ങൾ കാണുന്നത്. ഇന്ന് രാവിലെ അപ്പുട്ടനെ ഞാൻ ലഞ്ച് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്കൊരു മൂഡില്ല, സത്യം പറഞ്ഞാൽ മൂഡില്ല. അപ്പം ഞാൻ വിചാരിച്ചു, പിന്നെ അവന് ഇന്ന് സ്കൂൾ ലഞ്ച് ഇഷ്ടമുള്ള ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂസ്ഡേ അവന് സ്കൂളിൽ ചപ്പാത്തി പനീർ അല്ലെങ്കിൽ ചപ്പാത്തി സോയ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ട, അവൻ സ്കൂളിൽ നിന്ന് കഴിച്ചോട്ടെ, അവന് ഇഷ്ടം സ്കൂളിൽ നിന്ന് കഴിക്കാൻ. അപ്പോൾ ഓക്കെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്നിട്ട് വേഗമൊക്കെ പാലൊക്കെ കാച്ചി ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തു, അതൊക്കെ കൊടുത്തു, സ്നാക്സൊക്കെ ബാഗിലാക്കി. എന്നിട്ട് ഞാൻ കാപ്പി കുടിച്ചു. അവന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുക. അപ്പോൾ അപ്പുറത്ത് അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയണത്. പിന്നെ ഇവിടെ സ്കൂളിൽ എക്സാമൊക്കെ തുടങ്ങുകയാണ്, ടേം 1-ൻ്റെ എക്സാമൊക്കെ തുടങ്ങണതുകൊണ്ട് ബുക്കൊക്കെ എടുത്തിട്ട് വരണം, അത് ഇത് അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പറയണം കേട്ടോ. എൻ്റെ ഈ മുഖത്തുള്ള കുരു എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറയാം കേട്ടോ. അപ്പോൾ ടൈമായി, ബസ് വരാനുള്ള സമയമായി. അപ്പോൾ അവന് മതി, വേണ്ട എന്നൊക്കെ പറയണം. അപ്പോൾ ഞാൻ കുറച്ച് ദേഷ്യപ്പെടുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. പക്ഷെ ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസം ഹാഫ് ഡേ കാണിക്കുന്നുള്ളൂ. അത് ഞാൻ പറയാം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം അപ്പുട്ടിന് ഒരുങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ബാഗിലേക്കൊക്കെ വെച്ച് അവനൊന്ന് ഒരുങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവനെ ഞങ്ങൾ കയറ്റി വിട്ടിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ അപ്പുട്ടനെ നമ്മൾ കയറ്റി വിട്ടു കേട്ടോ. നമുക്ക് ലിഫ്റ്റ് അമർത്താം. ലിഫ്റ്റ് നല്ല. എന്നിട്ട് ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റീൽസ് നോക്കിക്കിടാം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വയലിൻ ക്ലാസ് ഉണ്ട്, കുറേ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണുന്നതും കൂടി കാണിച്ചിട്ട് നമുക്ക് ഇത് ഞാനൊരു കൂട്ടാനൊന്നും ഉണ്ടാക്കണേ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ അതുവരെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഒരു ഹാഫ് ഡേ, ഒരു ഡേ ഇൻ മൈ ലൈഫ് അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ഹാഫ് ഡേ ഉള്ളൂ കേട്ടോ, ഫുൾ ഡേ കാണിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് അപ്പുട്ട് നേരത്തെ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടേം 1 എക്സാം തുടങ്ങാം. അവ പഠിപ്പിക്കാൻ ഇരുത്തണം, അവൻ്റെ പിന്നാലെ
അത് ഇത് ബഹളമയാണ്. അപ്പം എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുക്കളയിൽ കയറാം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറി. 1 മണിക്കൂർ ഞാൻ റീൽസ് കണ്ട് കിടന്നു. അപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം എന്നാൽ സാമ്പാർ വയ്ക്കാമെന്ന്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഉപ്പേരിക്കുള്ള കഷ്ണമൊക്കെ ഞാൻ ഇന്നലെ നുറുക്കിയിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളൊക്കെ ഞാൻ രാത്രി എല്ലാം ചെയ്ത് വെക്കും കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല രാവിലെ നീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ സാമ്പാർ തട്ടിക്കൂട്ട് സാമ്പാറാണ്, അല്ലാണ്ട് വലിയ കാണിച്ചു തരാൻ പറ്റിയ സാമ്പാറൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുരുവിൻ്റെ കഥ പറയാം കേട്ടോ. ഈ കുരു എങ്ങനെ എൻ്റെ മുഖത്ത് അങ്ങനെ കുരു വരുന്നതെന്നല്ല, പീരീഡ്സിൻ്റെ സമയത്ത് കുരു വരുന്നല്ലാണ്ട് അങ്ങനെ കുരു വരാറില്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എണ്ണ തേച്ചാൽ കുരു വരിക, ക്രീം തേച്ചാൽ കുരു വരിക, അങ്ങനത്തെ ഒരു മുഖമല്ല എൻ്റെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇഷ്ടമുള്ളൊരു ക്രീം ഉണ്ടായിരുന്നു. ആ ക്രീം കുറേ കാലമായിട്ട് കാണാനില്ല. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ തപ്പിയിട്ടുണ്ടായിരുന്നു, എവിടെയും കാണില്ല. ഞാൻ വിചാരിച്ചു നോക്കിയ നാട്ടിലായിരിക്കും, ഇല്ലത്തായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചു. അവിടെയൊക്കെ തപ്പി, ചളവറ തപ്പി, എല്ലായിടത്തും തപ്പി, പക്ഷെ എവിടെയും ആ ക്രീം കാണാനില്ല. എന്നിട്ടിപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ ലാപ്ടോപ്പ് ബാഗിൻ്റെ ഒരു കള്ളി, തുറക്കാത്തൊരു കള്ളിയുണ്ട്, ആ കള്ളി നോക്കിയപ്പോൾ ഉണ്ടടാ അത് അതിൽ കിടക്കണോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വേഗം ഇതെടുത്തിട്ട് മുഖത്ത് തേച്ചു. കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ചയായിട്ട് നടന്ന ഈ സംഭവം. ശനിയാഴ്ച ആവുമ്പോഴേക്കും മുഖത്ത് നിറയെ കുരു ഇതിനേക്കാണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്ന് ചുങ്ങിപ്പോയതാ, കുറേ എണ്ണം ചുങ്ങിപ്പോയി. നിറയെ നെറ്റിയിലും ഈ പുരുകത്തിൻ്റെ അവിടെയും ത്രെഡ് ചെയ്യാൻ പറ്റാത്ത പോലെ കുരുക്കളായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പൊങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇപ്പം എല്ലാം പോയി കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ ഉപ്പേരി ഇവിടെ റെഡിയായി. അപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ് കേട്ടോ. ദോശയും സാമ്പാറും. പിന്നെന്താ പിന്നെ എനിക്കിന്ന് വരും ക്ലാസ്സിൻ്റെ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചോറ് വെച്ചിട്ടില്ല, സാമ്പാറും മറ്റേ ഉപ്പേരി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി ദോശ ഉണ്ടാക്കി കഴിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വയലിൻ ക്ലാസ്സിൽ കയറണം. ഞാൻ മാമിനെയൊക്കെ കാണിച്ചുതരാം, ക്ലാസ് കാണിച്ചുതരാം കേട്ടോ. നല്ല മാമാണ്. മാമിനെ പറ്റി ഞാൻ ഇപ്പം തന്നെ പറയാം കേട്ടോ. അടിപൊളി മാമാട്ടോ. നമ്മൾ കുറച്ച് ചെയ്തു വെച്ചാൽ മാം സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടേ നമ്മൾ വയലിനിൽ ഭയങ്കര ഒരു സംഭവമാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അത് വായിക്കാൻ. അപ്പം ഇപ്പോൾ തന്നെന്നം താനെന്നം എന്നുള്ള ആ ഒരു പാട്ടാണ് ഇപ്പം മാം പഠിപ്പിക്കുന്നത്. അതും അതിൻ്റെ കൂടെ തന്നെ മറ്റേ എന്താ പറയുക, അതിൻ്റെ കൂടെ തന്നെ ജണ്ടവരിശയും ആ സംഭവങ്ങളെല്ലാം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 ഇതായിട്ടാണ് പോണത്. എനിക്ക് പാട്ട് പഠിക്കാൻ അധികം ഇഷ്ടം, എനിക്ക് മറ്റു പഠിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പാട്ടിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അപ്പോൾ ക്ലാസ്സിൽ കയറണം. ശരിക്കും ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ എനിക്ക് ഇത്തിരി വേറെ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ പിന്നെ ഞാനത് ഇന്നേക്ക് ആക്കുമെന്ന് ചോദിച്ചപ്പോൾ മാം ഓക്കെ പറഞ്ഞാൽ അങ്ങനെ ഇന്ന് ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആ ക്ലാസ് കാണിച്ചു തരാം. പിന്നെ ഒന്നുമില്ല, എൻ്റെ ഉപ്പേരി കുറേശ്ശെ കരിയുന്നുണ്ട്. അപ്പോൾ ഞാനത് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കണം, കഴിക്കണം. അപ്പോഴേക്കും സമയമാവും. ഒരു കാര്യം കൂടി പറയാൻ മറന്നു. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസമായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം ഫുള്ള് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പുട്ടന് വയ്യായിരുന്നു, എനിക്ക് വയ്യായിരുന്നു, അങ്ങനെ കുറേ സംഭവമൊക്കെ റീസൺ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് പറയാച്ച 1 മാസം ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് ഇപ്പോൾ യൂട്യൂബ് സജഷന് പോകുന്നില്ല. യൂട്യൂബുകാർ ബാക്കിയുള്ള ഇപ്പോൾ നമുക്ക് കാണുന്ന എൻ്റെ സ്ഥിരം കുറച്ച് പ്രേക്ഷകരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് പോലും സജഷനിൽ എൻ്റെ വീഡിയോസ് പോകുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അതെന്തുകൊണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരേ വീഡിയോ ഒരേ ടൈമിങ്ങിൽ ഒരേ എന്താ പറയുക ഡെയിലി വീഡിയോ ഇടുക എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത്. ഞാൻ ആലോചിക്കുന്നത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പം 3 ദിവസമായിട്ട് ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. മിനിഞ്ഞാന്ന് ചെയ്തു, ഇന്നലെ ചെയ്തു, ഇനിയിപ്പോൾ ഇതാ അതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 ദിവസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇടുന്നുണ്ട്. എന്നിട്ട് വലിയ റീച്ചൊന്നും ഇല്ല. ഇനി പറയാൻ പറ്റില്ല, എപ്പോഴാണ് യൂട്യൂബ് ശ്രദ്ധിക്കാന്നറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ
ഗ്യാപ്പ് ഇടണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഗ്യാപ്പ് ഇട്ടാൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ദാ നമ്മളുടെ ദോശ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് വേഗം ദോശ കഴിച്ചിട്ട് കുറച്ച് വയലിൻ പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ കുറച്ച് ഒതുക്കലും പിരിക്കലൊക്കെ പണിയുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ വയലിൻ ക്ലാസ്സിന് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ടൈമായി. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, എന്നിട്ടിരിക്കാം. അല്ലെങ്കിൽ മാം വിചാരിക്കില്ലേ എന്തെന്നാ പറഞ്ഞതൊന്നും കേൾക്കാത്തൊരു സാധനമാണ് എന്നൊക്കെ വിചാരിക്കില്ലേ. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിൽ കയറാം. ചിലതൊന്നും കിട്ടുന്നില്ല, നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്നോട് എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനിതാ ഇവിടെ വാട്സപ്പൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചിടാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വാട്സപ്പും കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. മാമിന് ലിങ്ക് അയക്കും. ലിങ്ക് അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കയറും. അങ്ങനെയാണേ. വായിക്കട്ടെ. അയ്യോ ഇവിടെ തെറ്റിട്ടോ. അയ്യോ ഒരു മിനിറ്റ്. Okay. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വയലിൻ മാം. ഇന്ദു എന്നാണ് പേര്. ഞാൻ ഓൺലൈനിലാണ് പഠിക്കണത്. എന്താ പറയുക, ആഴ്ചയിൽ 1 വട്ടം അങ്ങനെയാണ് ക്ലാസ്. അപ്പോൾ അടിപൊളിയാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ മാം ക്ലാസ് എടുക്കും. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വയലിൻ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നറിയോ? ചോറ്, കൂട്ടാൻ, പപ്പടം, ഉപ്പേരി, പിന്നെ കപ്പ നീളത്തിൽ വറുത്തത്, പിന്നെ കറുവത്തുംകായ അല്ലെങ്കിൽ എന്താ പറയുക കൊപ്പക്കായ, അങ്ങനെ പലതും. ശരിക്കും പേര് പപ്പായ, ഇതാണ് സംഭവം. അപ്പോൾ പലരും പലതാണ് പല സ്ഥലത്ത് പറയുക. അപ്പോൾ എനിക്ക് പറഞ്ഞ ശീലം കറുവത്തുംകായ അല്ലെങ്കിൽ ഓമക്കായ ഇതാണ്. പക്ഷെ നകുലിൻ്റെ അവിടേക്ക് വന്നപ്പോൾ അത് കൊപ്പക്കായയായി. ശരിക്കും അത് പപ്പായ, കടയിലൊക്കെ പോയ പപ്പായ. അപ്പോൾ ഇതിന് കുറേ പേരുണ്ടല്ലോ, അപ്പോൾ ഏത് വേണമെങ്കിൽ പറയും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലുള്ളത്. അപ്പോൾ എന്താ ഊണ് കഴിച്ചു. അതോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ. ഇനി അങ്ങോട്ട് ബിസി ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.